ആശ്വാസം ലഭിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, ദൈവീയമാകുന്ന വചനങ്ങളും മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ, ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഒരു പുതിയ അവസ്ഥയിൽ പുതിയ ദർശനത്തോടുകൂടെ ദൈവരാജ്യത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി മുന്നേറുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെ അവിടുത്തെ ബലമുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റിത്തരണം, എല്ലാ നല്ല സാഹചര്യങ്ങളെയും ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. റേഡിയോയിലാകുന്ന പ്രിയപ്പെട്ടവരവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുകയാണ്. നല്ല ആത്മീയമായ ഗീതങ്ങൾ പാടി ഞാൻ കർത്താവിനെ സ്തുതിക്കുവാൻ, ആത്മബലത്തിന്റെ അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ. ഈ റീജന്റലാകുന്ന എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും കൗൺസിൽ മെമ്പേഴ്സിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓരോ മേഖലകളും വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ നടത്തുവാൻ ആവശ്യമായ കൃപയും ദൈവികമായ ജ്ഞാനവും അഭിഷേകന്മാർക്ക് ഈ നിമിഷം കൊണ്ട് അവിടെ പകരണമേ എന്ന് ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ പ്രതികൂലങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും അശ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൂരത്തിലെത്തുകയാണ്. ദൈവികമായ സാന്നിധ്യത്തോടുകൂടി ദൈവകൃപയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ, ഏകാഗ്രതയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുവാൻ, അനുഗ്രഹത്തോടും സമാധാനത്തോടും കൂടെ ഇന്ന് രാത്രി മടങ്ങിപ്പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊതുകരങ്ങളിലേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പൂർണ്ണമായി സമർപ്പിച്ചു തിരിക്കുകയാണ്. സ്വർഗ്ഗത്തോട് പ്രാർത്ഥനകളുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ സന്ധ്യാസമയം പിന്നെ പാതകളിൽ കടന്നു വരുവാൻ ദൈവമേ നീ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്തു കർത്താവേ. ഇന്ന് കണ്ടവർ അനേക ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പിന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ നിന്നെ സ്തുതിക്കുവാൻ ദൈവമേ തന്ന അവസരം നന്ദി കരയുന്നു കർത്താവേ. പ്രകാരം നീ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുന്നു കർത്താവേ. നിന്റെ സ്നേഹം എത്രയോ വലുതാണ് നിങ്ങൾ അറിയുന്നു കർത്താവേ. ഒരു കണ്ണിനും ദൈവിലായ സ്ഥാനത്ത് ഞങ്ങളോട് ദൈവോന്നിച്ച പിതാവേ കർത്താവേ, നിന്നെ മാത്രം പിൻപറ്റുവാൻ അമിതമായ ശക്തികളിൽ ഈ നാളുകളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷന്റെ കർത്താവേ പ്രാരംഭ ഈ നിമിഷം മുതൽ അവസാന നിമിഷം വരെ പരിശുദ്ധാത്മാവിന്റെ ഒരു കവചൊഴുക്കുകൾ നടക്കുവാനും കർത്താവെ വിശ്വാസത്തിൽ ക്ഷീണിച്ചവരെ അവർ ബലപ്പെടുവാനും കർത്താവെ വിശ്വാസം പിന്മാറ്റ അവസ്ഥയെ അവർ മടങ്ങി വരുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാവായി പാടുമ്പോൾ ഇരട്ടി സ്വർഗ സന്തോഷികൾ ഒരുമിച്ച് സന്തോഷിക്കുവാനെ ഇടയാക്കണമേ. പ്രത്യേകിച്ച് വചനം സംസാരിക്കുന്ന ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കേട്ട് ഏറ്റെടുത്ത് അതിന് പ്രകാരം ജീവിക്കുവാനുള്ള ഒരു ശക്തി ഈ നാളുകളിൽ നിന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനും കർത്താവെ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അമിതമായ ശക്തികളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ ഞങ്ങളെ പേർത്തിൽ വിളിച്ചിട്ട് ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭാരങ്ങളെ തിരിച്ചറിൽ വെക്കുന്നു കർത്താവെ. നീ ആശ്വാസദായകനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും കർത്താവെ രോഗികളായിട്ട് കടന്നു കർത്താവെ അവന്റെ വിടുതൽ പ്രാപിച്ച് കടന്നു പോകാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ കൺവെൻഷൻ മൂലം വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. Oh, we worship you, Jesus. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ Oh, we worship you, Jesus. നിന്നെ ആരാധിക്കാൻ നീ ഞങ്ങളെ ഏർപ്പെടുത്തി നിർത്താതെ. Oh, we worship you, Jesus. Oh, we worship you, Jesus. Hallelujah. Hallelujah. പച്ചപ്പുൽമേടുകൾ ദിനവും ആലിപ്പതോത്താം എങ്ങനെ നാം പച്ചപ്പുൽമേടുകൾ ദിനവും ആലിപ്പതോത്താം എങ്ങനെ
സന്തോഷമുണ്ട്. ഒരുമിച്ച് കരങ്ങളടിച്ച് നിർത്തി ആരാധിക്കാം. Worship you, Jesus. കരങ്ങളടിച്ച് നിർത്തി ആരാധിക്കാം. Yeah.
കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ അവിടെ ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കുന്ന ഓർമ്മ. അവൻ വലിയവനാണ്, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ
അല്പസമയം ദൈവത്തെ ആരാധിക്കുന്നു. Hallelujah. Oh, we worship you, Jesus. Oh, hallelujah. നമ്മുടെ കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. Oh,
സന്തോഷകരമായ ഒരു യാത്രയാണ്. ഹല്ലേലൂയ. നാം ആഗ്രഹിച്ചതുപോലെ ഹൂസ്റ്റണിൽ നിന്നും, ഡാളസിൽ നിന്നും, ഓസ്റ്റിനിൽ നിന്നും, ഡാളസിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും, സാൻ ആന്റോണിയയിൽ നിന്നും പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് സൂക്ഷ്മം അറിയത്തില്ല, വിസിറ്റിംഗ് ആയിട്ട് കടന്നു വന്ന ദേവദാസന്മാർ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഈ ദിവസം ദൈവസ്ഥനിയിലായിരിക്കുന്നത് എത്രയോ അനുഗ്രഹമാണ്. ദൈവത്തെ ആരാധിക്കുന്നത്ര സന്തോഷമാണ്. ഹല്ലേലൂയ. മിഡ്വെസ്റ്റ് റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ റവറൻ ഷാജി ഡാനിയൽ, സെക്രട്ടറി റവറൻ PC ജേക്കബ്, ട്രഷറർ ബ്രദർ ജോസ് സാമുവൽ, വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, മിഡ്വെസ്റ്റ് റീജിയന്റെ വിവിധ സഭകളിലായി ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ, കടന്നു വന്ന സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ വന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഈ ലേബർ ഡേ വീക്കെൻഡ്, ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് സാധാരണ ആളുകളെല്ലാവരും പല ട്രിപ്പുകൾക്കായിട്ട് യാത്ര ചെയ്യുന്ന സമയമെടുക്കുന്ന സമയങ്ങളാണ്. എന്നാൽ ദൈവമക്കളാകുന്ന നമുക്ക് പല ഇടങ്ങളിൽ നിന്ന് യാത്രയൊക്കെ ചെയ്ത് ഇപ്രകാരം ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് ദൈവം കൃപ നൽകി. ദൈവമക്കളുടെ സന്തോഷം ദൈവസന്നിധിയിലായിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ അവസരം എനിക്ക് നൽകിയ മിഡ്വെസ്റ്റ് റീജിയൻ ഭാരവാഹികളോട് നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ഈ രാത്രിയിൽ വളരെ പ്രതീക്ഷയോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. അനുഗ്രഹീതരായ ദൈവദാസന്മാർ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ മധ്യമുണ്ട്. എനിക്കറിയാം, വളരെ പ്രതീക്ഷയോടെ ആണ് ദൈവമക്കൾ ഇവിടെ ആയിരിക്കുന്നത്. ഇന്നും പകലിൽ ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും ദൈവമക്കൾ ഇവിടെ ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ അറിഞ്ഞ് നമ്മെ അനുഗ്രഹിപ്പാൻ കർത്താവ് ഇവിടെയുണ്ട്. സ്തോത്രം. മറ്റ് എന്റർടൈൻമെന്റുകളെക്കാൾ കൂടുതലായിട്ട് ദൈവസന്നിധിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ നാം ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ പാടി, നമ്മുടെ ദൈവം വലിയവനാണ്, ആ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, അവനെ പോലെ ആരുമില്ല. സ്തോത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത് അബ്രഹാം എന്റെ സ്നേഹിതനാണ്. ആ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാകുവാൻ ആണെന്ന് ദൈവം പറയുവാനുള്ള ഒരു കാരണം നമുക്കറിയാമല്ലോ. താൻ കൂടാരം അടിച്ചിടത്ത് എല്ലായിടത്തും യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പദവിയാണ്. നമുക്കറിയാം, നമ്മോടുകൂടെ ജോലി ചെയ്യുന്ന ആളുകൾ വളരെ റിച്ച് ആയിട്ടുള്ള, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ ആളുകൾക്ക് ആത്മീയ കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാതെ, താല്പര്യമില്ലാതെ ജീവിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയല്ലോ. നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണ്? നമ്മുടെ ദൈവത്തിന്റെ കൃപയല്ലേ? ആ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തില്ലേ? സ്തോത്രം. നല്ല വെയിലുള്ളൊരു ദിവസം കൂടാരവാതിക്കൽ വൃക്ഷത്തിന്റെ തണലിരുന്ന അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് 3 അതിഥികൾ കടന്നു വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. താൻ ഓടിച്ചെന്ന് അവരോട് ഇപ്രകാരം പറഞ്ഞു, അടിയനെ കടന്നു പോകരുത്. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെയും പ്രാർത്ഥന ഇതായിരിക്കട്ടെ. കർത്താവേ, ഈ രാത്രിയിൽ ഞാൻ നിന്റെ സന്നിധിയിലായിരിക്കുകയാണ്, എന്റെ വിഷയങ്ങളുമായി നിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുകയാണ്, നീ എന്നെ കടന്നു പോകരുത്. നമ്മുടെ കർത്താവിനെ ആര് നിർബന്ധിക്കുന്നുവോ അവരെ കടന്നു പോകാതെ നിന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഉത്സാഹത്തോടുകൂടെ ദൈവത്തെ ശുശ്രൂഷിച്ച് ദൈവത്തിനൊരു അനുഗ്രഹമായ അബ്രഹാം തന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമായി. സാറയുടെ ദുഃഖത്തിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം ലഭിച്ചു. താൻ തന്റെ ദേശത്തിനൊരു അനുഗ്രഹമായി. ഉത്സാഹത്തോടുകൂടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ ദൈവം അവരുടെ ഭവനങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റും. അവരായിരിക്കുന്ന ദേശത്തിനൊരു അനുഗ്രഹമാക്കി മാറ്റും. മിഡ്വെസ്റ്റ് റീജിയന്റെ വിവിധ സഭകളിലായിട്ട് ശുശ്രൂഷിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും
വിവിധ നിലകളിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ദൈവം നമുക്ക് പദവി നൽകി. ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നത് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ച്, കൃപകൾ പ്രാപിച്ച് നാം മടങ്ങി പോകുമ്പോൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ ഭവനത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ, നാം ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥലയിലായിരിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ ഈ യോഗത്തിന്റെ ഇനാഗുറേഷന് വേണ്ടി മിഡ് വെസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ഷാജി ഡാനിയലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Praise the Lord. It's good to be in the presence of God. ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിൽ നമ്മുടെ മധ്യമുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം. ആരാധനയിൽ ദൈവത്തിന് മഹത്വം കൊടുത്തു. And I really want to appreciate the Dallas team who was leading us in worship songs, really anointed, and we praise God for the anointing in you, and may the Lord continue to use the team. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, വിശേഷ ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന താവന്റെ ദാസൻ, നമ്മുടെ ഈ റീജിയന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടെ ആയിരുന്ന പാസ്റ്റർ തോമസ് ജോർജ് അവറുകൾ, അതുപോലെ ഇന്ന് ദൈവ വചനം നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ. Today being the first evening, we don't have separate English service. We have a few people speaking to us, the servants of God, anointed men of God speaking to us tonight. But everything, on time. The time, although we started late, our desire is to stop on time. Pray that God will enable us to do that. ദൈവം ആ നിലയിൽ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ മുഖ്യ പ്രാസംഗികനായി, കോൺഫറൻസിന്റെ മുഖ്യ പ്രാസംഗികരായിരിക്കുന്ന കാവദാസൻ പാസ്റ്റർ അനീഷ് ഏലപ്പാട്, അതുപോലെ പാസ്റ്റർ ലിബിൻ എബ്രഹാം, ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്ന ഇവിടെ ഡാലസ് കാൽവറി പെന്തിക്കോസ്റ്റൽ ചർച്ചിന്റെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ KJ കുര്യാക്കോസ്, പ്രിയ ദൈവത്തിന്റെ ദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. എന്നോടൊപ്പം ഈ റീജിയനിൽ സ്തുത്യർഹമായ നിലയിൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റർ KV തോമസ് വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി PC Jacob, ജോയിന്റ് സെക്രട്ടറി ബ്രദർ SP James, treasurer brother Joe Samuel, and we have other people like Wesley and our general council member brother Abraham Abraham, and charity coordinator Matthew Stephen, all council members. We praise God for all of you tonight as we begin this conference. ദൈവം എല്ലാവരും സഹായിക്കും. ഞാൻ ഇന്ന് രാത്രി അധിക സമയങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോയാൽ കർത്താവിന്റെ ദാസന്മാർ ദൈവവചനത്തിൽ നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കേണ്ടതായി. When I was troubled in my heart, especially thinking about this IPC members region conference, one of the voice came to my mind, and that is from a Bible verse in Scripture, Psalms 118. It says, it's always take refuge in the Lord than to put our trust in man. യഹോവയിൽ ആശ്രയിക്കുന്നതാണ് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്. ആ വോയിസ് വന്നു, ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലൊക്കെ ചിന്തിച്ചു, ഈവൻ ഫോർ our worship service, our conferences, our gatherings, even for preaching, it's always better to trust the Lord than trust any revival speaker. Amen. Praise God. നിങ്ങൾ അത് അഗ്രി ചെയ്യുന്നുണ്ടോ? ഇവിടെ ഞാൻ സെക്രട്ടറി വായിക്കുന്നതിന് മുൻപേ ഇന്നത്തെ ഈ കോൺഫറൻസിന്റെ ഏറ്റവും മുഖ്യ പ്രാസംഗികനായി നമ്മൾ ക്ഷണിച്ചിരുന്നത് പാസ്റ്റർ ബാബു ചെറിയാൻ അവരുടെയാണ്. പ്രശസ്തനായി ദൈവം ഉപയോഗിക്കുന്ന ദേവദാസ്. വി ബുക്ക് ദൈവം ലാസ്റ്റ് ജാനുവരി. ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ, കൺവെൻഷനായിട്ട് പോയപ്പോൾ അദ്ദേഹത്തെ പേഴ്സണലി കണ്ട് ഒക്ലഹോമ ഹെബ്രോൺ ചർച്ചിൽ ബൈബിൾ ക്ലാസ് വരുന്നു എന്നറിഞ്ഞ് അതിനോട് ചേർന്ന് ഈ കോൺഫറൻസ് ഉള്ളതുകൊണ്ട് ഇതിന് വരാം എന്ന് അദ്ദേഹം ഗിരിജയിൽ വളരെ സന്തോഷത്തോടുകൂടെ അവിടെ നിന്ന് വന്നു. ഈ PC NAC കോൺഫറൻസ് കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും സംസാരിച്ചു. അത് കൺഫേം ചെയ്ത് അദ്ദേഹം ഇരിക്കുന്ന സ്റ്റേജിൽ തന്നെ ഞാനത് അനൗൺസ് ചെയ്തു. നമ്മുടെ മുഖ്യ പ്രാസംഗികൻ പാസ്റ്റർ ബാബു ചെറിയാൻ അവരുകൾ ആയിരിക്കുമെന്ന്. എന്നാൽ അത് കഴിഞ്ഞ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ചില റൂമറുകൾ ഇവിടെ പരന്നു. അദ്ദേഹം വരാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ കേട്ടു. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു. കാരണം റൂമറുകളിൽ ഞാൻ വിശ്വസിക്കാറില്ല. ഈ പോസ്റ്ററുകളിലോ പോസ്റ്റുകളിലോ ഒന്നും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്,
എൻ്റെ പേര് ഒന്നുമില്ല. കാരണം ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആർക്കും എന്നെ താഴ്ക്കാൻ പറ്റത്തില്ല. സർവശക്തനായ ദൈവത്തിന് മാത്രമേ എന്നെ നിർത്താനും പറ്റത്തുള്ളൂ. അത് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ റൂമറുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചു, കഥാവിദാസിനെ എന്തായി റൂമറുകൾ ഇങ്ങനെ കേൾക്കുന്നല്ലോ, ശരീരത്തിന് സുഖമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ശരിയാണ്, ഞാൻ പീസിനാക്കി കഴിഞ്ഞ് വന്നപ്പോൾ ചെസ്റ്റിന് ഭയങ്കരമായ പെയിൻ പോലെ ശരീരത്തിന് തളർച്ചയും പ്രയാസങ്ങളും ഉണ്ടായി. ഡോക്ടർ അടുക്കൽ നിങ്ങൾ കടന്നു ചെന്നു. ചെന്ന ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഇതെല്ലാം ഓക്കെയാണ്. ഹാർട്ടോ കാർഡിയാക് പ്രോബ്ലംസ് ഒന്നുമില്ല. എങ്കിലും കഥാവിദാസന് ഒരു ശരീര ക്ഷീണം അനുഭവിക്കുന്നുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ എടുത്ത് ചോദിച്ചു, നമ്മുടെ കോൺഫറൻസിനെ ബാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, പ്രത്യേകം പ്രാർത്ഥിച്ചോണം. അതുകൊണ്ട് തന്നെ വരത്തില്ല എന്നുള്ള ഹോപ്പ് ഞങ്ങൾക്കോ അല്ലെങ്കിൽ മിഡ്വെസ്റ്റ് ഒക്ലഹോമ IPC ചർച്ചിലും ഇല്ലായിരുന്നു. ആ പ്രിയപ്പെട്ടവരും ഈ ആഴ്ച ബൈബിൾ ക്ലാസ് നടത്തണമെന്ന ആഗ്രഹത്തോടുകൂടെ കഥാവിദാസനും സഭയും ഈ അടുത്ത ദിവസം വരെയും ക്രമീകരണങ്ങൾ ചെയ്യുകയും അടുത്തുള്ള ചർച്ചസിനെ അറിയിക്കുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം IPC ഒക്ലഹോമ ചർച്ചിന്റെ സെക്രട്ടറി നാട്ടിൽ പോയി എങ്കിലും അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള ചിന്തയിൽ നാട്ടിൽ പോയപ്പോൾ ചെന്നിട്ട് പേഴ്സണലി കണ്ടു. അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ടെക്സ്റ്റ് വിട്ടു, അദ്ദേഹം യൂണിവേഴ്സിറ്റി റീജിയന്റെ കൺവെൻഷന് വരാൻ സാധ്യതയില്ല എന്നുള്ള വിവരം പറഞ്ഞ് ഞാൻ ആ വീക്കെൻഡ് കഴിഞ്ഞ ചൊവ്വാഴ്ച ബാബു ചെറിയാനെ ഡയറക്റ്റ് വിളിച്ചു. കാരണം വരത്തില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഡയറക്റ്റ് വിളിക്കുകയും ഞാൻ ചോദിച്ചത് ഇത് മാത്രമേ ഉള്ളൂ, കർത്താവിന്റെ തേഴ്സ്ഡേയിൽ ഇവിടെ ലാൻഡ് ചെയ്യുമെന്നാണല്ലോ അറിയിച്ചിരിക്കുന്നത്, ഞങ്ങൾ ഏത് എയർപോർട്ടിൽ വരണം, എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത്? അദ്ദേഹം അന്നേരം എന്നോട് പറഞ്ഞു, കർത്താവിന്റെ ക്ഷമിക്കണം, ഒരു നിവർത്തിയുമില്ല, വരാനായിട്ട് ഒരു നിവർത്തിയുമില്ല. ഇമ്മീഡിയറ്റ്ലി തന്നെ ഞാൻ സെക്രട്ടറിയെ വിളിച്ച ആ കാര്യം അറിയിച്ചു. പെട്ടെന്ന് എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനും പാസ്റ്റേഴ്സിനും ആ വിവരം അറിയിക്കണം എന്ന് പറയുകയും അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനും ഈ റീജിയനിലുള്ള എല്ലാ പാസ്റ്റേഴ്സിനും പാസ്റ്റർ ബാബു ചെറിയാൻ വരികയില്ല എന്ന് അറിയിക്കുകയും, ഇനി അതും പോരാതെ ഏതെങ്കിലും വിശ്വാസികൾ ഈ പാസ്റ്റർ ബാബു ചെറിയാൻ എന്ന പേരിൽ ഇവിടെ വന്നാൽ അവരെന്നെ വഴക്ക് പറയുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ സമയത്ത് തന്നെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിട്ടു, അദ്ദേഹം വരികയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ശാരീരികമായ അസ്വസ്ഥത അറിഞ്ഞപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് ഏലപ്പാറ അദ്ദേഹത്തെ പറ്റി കേൾക്കുകയും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ബാബു ചെറിയാൻ വരാനും വരാതിരിക്കാനും സാധ്യത ഇതുവരെ ഒന്നും കൺഫേം ചെയ്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാസ്റ്റർ ബാബു ചെറിയാൻ വന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ശുശ്രൂഷിക്കണം. ഇല്ലെങ്കിൽ പാസ്റ്റർ ബാബു ചെറിയാൻ പാസ്റ്റർ വന്നില്ലെങ്കിൽ അന്ന് അദ്ദേഹം പൂർണ്ണ സമയമെടുത്ത് ശുശ്രൂഷിക്കണമെന്ന് അറിയിക്കുകയും അദ്ദേഹം അത് മനസ്സോടെ താല്പര്യത്തോടെ ദൈവകൃപയിൽ ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ വാസ്തവം എന്ന് ചില സഹോദരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ചിലര് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, PC നാക്കിൽ ബോംബെ വരുമെന്ന് പറഞ്ഞതുപോലെ ഇതിവിടെ പാസ്റ്റർ ബാബു ചെറിയാൻ വരുമെന്ന് പറഞ്ഞ് കളിപ്പിക്കുകയാണെന്നൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, ആ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ രോഷമില്ലേ, വേദനയില്ലേ? ഇങ്ങനെ പറഞ്ഞ് കളിപ്പിക്കുന്നത് കൊണ്ട് ഒരു വേദന ഉണ്ടാകാം, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് അവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരാ, ഈ റീജിയനെ സ്നേഹിക്കുന്നവർ. ആ സഹോദരന്മാരെ ഇതിൻ്റെ ഇടയിൽ കണ്ടേക്കാം ഈ മീറ്റിങ്ങിന്. അപ്പൊ അങ്ങനെ വന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളും ചെയ്യുന്ന നല്ല പ്രവർത്തികളെ ദൈവം മാനിക്കട്ടെ. അപ്പൊ എനിക്ക് ആ പോസ്റ്റ് ഞാൻ ചെന്ന് വായിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം പിടികിട്ടി. ആ പോസ്റ്റ് ചെയ്ത സഹോദരങ്ങൾക്ക് ഈ റീജിയൻ കോൺഫറൻസിനെ പറ്റി ഒരു വിവരവും ഇല്ല. അതിന്റെ കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്നത് രജിസ്ട്രേഷൻ മുഴുവൻ എടുത്ത് കഴിഞ്ഞിട്ട് അവർ പ്രാസംഗികന്റെ പേര് മാറ്റിയെന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ റീജിയൻ കൺവെൻഷൻ ഒരു രജിസ്ട്രേഷൻ ഇല്ല. ഇവിടെ നടക്കുന്ന ഒരു കൺവെൻഷൻ മാത്രമാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഒരു രജിസ്ട്രേഷൻ വാങ്ങുന്നില്ല, ഹോട്ടൽ പൈസ വാങ്ങുന്നില്ല, ഫുഡ് പൈസ വാങ്ങുന്നില്ല. അവരവരുടെ ചിലവെടുത്ത് ഇവിടെ താല്പര്യമുണ്ടെങ്കിൽ വന്ന് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിവരം അറിഞ്ഞിട്ടും ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവമക്കളോട് ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു, നിങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് ബിഗിനിങ്ങിൽ തന്നെ ആ കൺഫ്യൂഷൻ നീക്കണമല്ലോ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് ഈ കോൺഫറൻസിൽ നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നത് ഈ റീജിയന്റെ എക്സിക്യൂട്ടീവ്സോ കൗൺസിൽ മെമ്പേഴ്സോ അല്ല. ഈ കോൺഫറൻസിൽ നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നത് പാസ്റ്റർ ബാബു ചെറിയാനോ, പാസ്റ്റർ അനീഷ് ഏലപ്പാറയോ, പാസ്റ്റർ ലിബിൻ ഏബ്രഹാമോ, ഈ റീജിയനിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരോ അല്ല. ഈ വിവരം അറിഞ്ഞപ്പോൾ തൊട്ട് ഞാനും എന്നോടൊപ്പം ദൈവത്തിന്റെ ദാസന്മാരും ഈ റീജിയനിലുള്ള എല്ലാ ദൈവമക്കളും
കണ്ണുനീരോടെ ഈ കോൺഫറൻസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു സാക്ഷാൽ സർവശക്തനായ ദൈവം തന്നെ ഈ കോൺഫറൻസിൽ ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനാൽ ഇവിടെ കടന്നു വരുന്ന എല്ലാവരെയും സ്പർശിച്ച് അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ മധ്യമുള്ള ദൈവ സാന്നിധ്യത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നു വന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കോൺഫറൻസിൽ ഏറ്റവും പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനമുണ്ടാകുന്ന ഒരു കോൺഫറൻസായി മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നമുക്ക് ഒരുമിച്ച് ദൈവശക്തി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് 118 സങ്കീർത്തനം സാം നമ്പർ 118 118 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. 118 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങളും 14 മുതലുള്ള വാക്യങ്ങളുമാണ് നമ്മൾ വായിക്കുന്നത്. വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. Psalms 118, the first 8 verses and from verse 14. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. എന്നോട് സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രക്ഷിക്കും. 14 മുതലുള്ള വാക്യങ്ങൾ യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അടുത്ത 2 വാക്യങ്ങൾ ചേർന്ന് വായിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിന്റെ നാമത്തിൽ ഈ കൺവെൻഷന്റെ 2014 ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഈ റീജിയന്റെ വിവിധ സിറ്റികളിൽ നിന്ന് ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ മക്കള് ഒരുമിച്ച് കടന്നു വരുക. സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. സ്വർഗമേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രി എന്ന് മാത്രമല്ല, ഈ ദിവസങ്ങളിലൊക്കെ സർവശക്തനായ ദൈവത്തിന്റെ കൃപ ധാരാളമായി അനുഭവിപ്പാൻ അങ്ങനെ സഹായിക്കണമേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഈ കോൺഫറൻസിലെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. വചനത്തിനായി ഞങ്ങൾ
ദിവസങ്ങളിൽ നടക്കുന്ന കോൺഫറൻസുകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ഇത് ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ഒരു ചെറിയ ശുശ്രൂഷയെങ്കിലും ഈ കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഇതിൽ കടന്നു വന്ന് സംബന്ധിക്കുന്നവർ എല്ലാവരും യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടേണ്ട കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഒരു ദിവസങ്ങളായി ദിവസങ്ങൾ തീർത്തു തരണമേ. എല്ലാ നിലയിലും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഒരു കുറവും ഈ കോൺഫറൻസിന്റെ ദിവസങ്ങൾ ഉണ്ടാക്കുവാൻ അങ്ങ് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരു മനുഷ്യന്റെ നാമം ഇവിടെ ഉയരരുത്, ദൈവത്തിന്റെ നാമം മാത്രം ഉയരുവാൻ അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ മഹത്വവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും സമ്മതത്തോടും കൂടെ ഈ IPC മിഡ്വെസ്റ്റ് റീജിയന്റെ 2016 കോൺഫറൻസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കരങ്ങളെ ഒന്ന് അടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. May God bless us all. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മാത്രം ദൈവവചനത്തിൽ സംസാരിക്കുമല്ലോ. കർത്താവിന്റെ പാസ്റ്റർ അനീഷ് ഏലപ്പാറ ചർച്ച് ബോർഡിന്റെ പീരുമേട് സെന്ററിന്റെ ശുശ്രൂഷകനായിരിക്കുന്നു. കോഴഞ്ചേരിയിൽ ഇപ്പോൾ പാർക്കുന്നു. അഭിഷേകത്തോടെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ബൈബിൾ ടീച്ചറായിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ നമ്മുടെ മധ്യ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ ശുശ്രൂഷിക്കും. Pastor Libin Abraham also is one of my friends. He lives in Houston and we work together. He works as in the pastoral team of Sugar Creek Church in Houston. He is going to be the main speaker in our English sessions, and we praise God for both of our main speakers. May God bless us all. Thank you. Amen. Hallelujah. Thank you, Pastor. വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെ നാം ബഹുമാനിക്കുന്നു. എങ്കിലും ആത്മീകമായി മെച്യൂറായിരിക്കുന്ന ദൈവമക്കളാകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവദാസന്മാരെ ഉപയോഗിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യയുടെ വന്നിട്ടുണ്ട്. സ്തോത്രം. സകല വിശുദ്ധന്മാരും അവന്റെ തൃക്കരങ്ങളിൽ ഇരിക്കുകയാണ്. ശുശ്രൂഷകന്മാരെ അവന്റെ വലങ്കരങ്ങൾ അവൻ വഹിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ വലങ്കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ദൈവദാസന്മാർ നമ്മോട് ദൈവത്തിനെ ശുശ്രൂഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. പ്രാർത്ഥനയോടെ ദൈവസ്ഥയിലായിരിക്കാം.